നോമ്പുകാലം എത്തിയതോടെ ദുബായിൽ നിന്നും വീണ്ടും ഒരു നല്ല വാർത്ത എത്തിയിരിക്കുകയാണ്. എല്ലാവരെയും ബഹുമാനിക്കണം എന്ന പാഠം പഠിക്കേണ്ടത് സ്വന്തം വീടുകളിൽ നിന്നാണ്. അതിൻ്റെ ഭാഗമായി ആദ്യം ബഹുമാനിക്കേണ്ടത് അച്ഛനമ്മമാരെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ അത് ദുബായിൽ നിന്നും പാവപ്പെട്ടവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഫാദേഴ്സ് എൻവയോൺമെന്റ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ റംസാനിൽ നടത്തിയ ക്യാമ്പയിൻ്റെ വിജയത്തെ അടിസ്ഥാനമാക്കിയാണ് പുതിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പിതാക്കന്മാരുള്ള ബഹുമാനാർത്ഥം UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രി ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷി അൽ മക്തുമാണ് നേരത്തെ ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. മുഹമ്മദ് ബിൻ റാഷി അൽ മക്തും ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന് കീഴിലാണ് ക്യാമ്പയിൻ. വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും വ്യക്തികളും ക്യാമ്പയിനിലേക്ക് ഉദാരമായ സംഭാവന നൽകി വരുന്നു. ഈ ക്യാമ്പയിനിലേക്ക് ദുബായ് പോലീസ് 10 ലക്ഷം ദിർഹം സംഭാവന ചെയ്തു. കഴിഞ്ഞ റംദാനിൽ നടത്തിയ ക്യാമ്പയിന്റെ വിജയത്തെ അടിസ്ഥാനമാക്കിയാണ് പുതിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതെന്നും ദുബായ് പോലീസ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ് അൽ മറി പറഞ്ഞു. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലൂടെ സാമൂഹ്യ ഐക്യത്തിന്റെ മൂല്യങ്ങളും ദാനസംസ്കാരങ്ങളും ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ പദ്ധതികളിലൂടെ നന്മ പ്രചരിപ്പിക്കുവാനും ദരിദ്രരുടെ ജീവിതം മെച്ചപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ അഭിമാനിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആഗോള മാനുഷിക തലസ്ഥാനം എന്ന നിലയിൽ UAEയുടെ സ്ഥാനം ഉറപ്പിക്കുകയും നൂതനവും സുസ്ഥിരവുമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുന്ന പ്രവർത്തനവുമായി മുന്നോട്ടു പോകും. ഫാദേഴ്സ് എൻവയോൺമെന്റ് ക്യാമ്പയിനിലൂടെ ഇതുവരെ 330.4 കോടി ദിർഹം സമാഹരിച്ചു. പിതാക്കന്മാരെ ആദരിക്കുന്നതിനും ആവശ്യമുള്ളവർക്ക് ചികിത്സയും ആരോഗ്യ പരിരക്ഷയും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ധനസമാഹരണ ക്യാമ്പയിൻ ആരംഭിച്ചത്. പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള വ്യക്തികൾ, ബിസിനസ്സുകൾ, സംഘടനകൾ എന്നിവ ഉൾപ്പെടെ 1,60,560 പേരിൽ നിന്നാണ് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇത്രയും തുക സമാഹരിക്കാനായത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയായ ദുബായ് ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷി അൽ മക്തിന്റെ റംസാൻ ക്യാമ്പയിനുകളിൽ ഫാദേഴ്സ് എൻവയോൺമെന്റ് റെക്കോർഡ് ഭേദിച്ചതായും ക്യാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് ബിൻ റാഷി അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് സെക്രട്ടറി ജനറലുമായ മുഹമ്മദ് അൽ ഗർഗാവി പറഞ്ഞു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.